പ്രിയങ്കരനായ അധ്യക്ഷൻ CPS നായർ ചേട്ടൻ, അഭിവന്ദ്യനായ കേരള ഗവർണർ പ്രിയങ്കരനായ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അഭിവന്ദ്യരായ സ്വാമിമാർ, പ്രിയങ്കരനായ MP ശ്രീ ആൻ്റോ ആൻ്റണി, പ്രിയപ്പെട്ട MLA ശ്രീ പ്രമോദ് നാരായൺ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മഹാനദികരയിൽ 113 വർഷമായി മഹാവിസ്മയമായി ഈ ഹിന്ദുമത പരിഷത്ത് നടക്കുകയാണ്. മാറി മാറി വന്ന തലമുറകളിലെ ഗുരുശ്രേഷ്ഠന്മാരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, അവരുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീണ മനോഹരമായ വാക്കുകൾ കേട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ മഹത്തരമായ പാരമ്പര്യത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യാൻ അവസരം കിട്ടിയ പുണ്യസ്ഥലമാണ് ഇവിടം. ഈ ചെറുകോൽപ്പുഴയിൽ നടക്കുന്ന ഹിന്ദുമത പരിഷത്ത് യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറയാൻ, അവരോട് സംവദിക്കാൻ, നമ്മുടെ നാടിൻ്റെ മഹനീയമായ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം കൊള്ളാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, ഹിന്ദുമതം, ആർഷഭാരത പാരമ്പര്യം, സനാതനധർമ്മം, ഋഷി പാരമ്പര്യം, ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ ലെഗസി, ഒരു സാംസ്കാരികമായ പൈതൃകത്തിന് അവകാശപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഇന്ന് ആളുകൾ ഈ ഋഷി പാരമ്പര്യത്തെ, ഈ സനാതനധർമ്മത്തെ എല്ലാം ഓരോ കാലങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച്, രാജഭരണത്തിലിരുന്ന ആളുകൾ ചിലപ്പോൾ ആ പൗരോഹിത്യം തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പല രീതിയിലാക്കി. നമ്മൾ കാണുന്ന ഋഷി പാരമ്പര്യവും നമ്മൾ അറിയേണ്ട സനാതനധർമ്മവും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ അറിയുന്നതല്ല യഥാർത്ഥം. ഈ നമ്മുടെ ആർഷഭാരത പാരമ്പര്യത്തിൻ്റെ സ്രോതസ്സുകളായ വേദോപനിഷത്തുകളുടെ സാരാംശമാണ് നമ്മുടെ സനാതനധർമ്മം. ആ സനാതനധർമ്മത്തെ ഏതെങ്കിലും ഒരു കൂട്ടിലടയ്ക്കാൻ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പോലും ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് സനാതനധർമ്മത്തിൻ്റെ വേരുകൾ ഭാരതത്തിലാണെങ്കിലും അത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തത് എന്നാണ് അതിനർത്ഥം. എന്നും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. എന്നും നിലനിൽക്കുന്ന ഒന്നിനെ ധർമ്മം എന്നുള്ള വാക്കിനോട് കൂട്ടിച്ചേർത്തിരിക്കുക. ധർമ്മം എന്നത് ജഗത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയും ലോകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയും സർവപ്രാണികളോടും എല്ലാ സർവ പ്രാണികൾക്കും വേണ്ടിയുള്ള ശ്രേയസ്സിനും അവരുടെ അഭ്യുന്നതിക്കും വേണ്ടിയിട്ടുള്ളതാണ്. സർവപ്രാണികൾക്കും, സർവചരാചരങ്ങൾക്കും. മനുഷ്യനതിൽ അല്പപ്രാണി മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത ഒന്നിനെയുമായി ചേർത്ത് വെച്ചു. പക്ഷെ പിന്നീട് കാലം മാറി വന്നപ്പോൾ സ്മൃതികളുണ്ടായി. ആ സ്മൃതികൾ ഈ സനാതനധർമ്മത്തിന് പല വ്യാഖ്യാനങ്ങൾ നൽകി. ലോകം മുഴുവൻ പ്രകാശം കൊടുക്കേണ്ട ഒരു വിളക്കിനെയാണ് സ്മൃതിയുടെ കുടം കൊണ്ട് മൂടി വെച്ചത് എന്ന് നമ്മൾ അറിയണം. അതിനർത്ഥം സ്മൃതിയിൽ തെറ്റുണ്ടാകാം, സനാതനധർമ്മം എന്നുള്ള കൺസെപ്റ്റിലല്ല തെറ്റ്. സ്മൃതിയിലുണ്ടായ തെറ്റും വ്യാഖ്യാനങ്ങളിലുണ്ടായ തെറ്റുകളും പരാജയങ്ങളും അത് സനാതനധർമ്മത്തെ അടച്ചാക്ഷേപിക്കുന്ന വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ആദ്യം സംസാരിച്ച MLA വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണ്? അറിവ് തേടിയുള്ള ഒന്നാണിത്. അറിവ് തേടി, പൊരുളാണ്, പൊരുൾ. അത് തേടിയുള്ള യാത്രയാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് അതാണ്. അറിവ് തേടിയുള്ള, പൊരുൾ തേടിയുള്ള നമ്മുടെ യാത്രയും നമ്മുടെ അന്വേഷണവുമാണ്. ഇൻ സെർച്ച് ഓഫ് നോളജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ എത്തിച്ചേരാനുള്ള പല മാർഗങ്ങളുണ്ട്. ഒന്ന് ഭക്തിമാർഗം. ബഹുമാന്യരായ സ്വാമിമാർ അവലംബിച്ചിരിക്കുന്നത് ആ ഭക്തിമാർഗത്തിലൂടെ, ആ പൊരുൾ തേടിയുള്ള യാത്രയാണ്. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കർമ്മമാർഗത്തിലൂടെയാണ്. കർമ്മമാർഗത്തിലൂടെയും ജോലി ചെയ്തും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചും നമ്മുടെ ജോലിയോട് നീതി പുലർത്തിയും സത്യസന്ധത പുലർത്തിയും നമുക്ക് ആ പൊരുൾ തേടിയുള്ള അന്വേഷണത്തിലേക്ക് പോകാം. പിന്നെ ജ്ഞാനമാർഗമുണ്ട്. ശങ്കരാചാര്യരെ പോലുള്ള മഹാരഥന്മാർ സഞ്ചരിച്ച വഴികൾ
അത് അവരുടെ യാത്ര എന്ന് പറയുന്നത് ആ അറിവ് തേടിയുള്ള, ജ്ഞാനത്തിൻ്റെ വഴികൾ തേടിയുള്ള യാത്രയാണ്. എല്ലാ കർമ്മമാർഗവും ഭക്തിമാർഗവും ജ്ഞാനമാർഗവുമുള്ള എല്ലാ യാത്രകളും ഒന്നിച്ച് എത്തുന്ന അവസാനത്തെ ഒരു സ്ഥലമുണ്ട്. അതാണ് പറഞ്ഞത്, ശബരിമലയിൽ 18-ാം പടി കയറി പോകുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. അത് നീ തന്നെയാണെന്ന്. നീ തന്നെയാണ്. നമ്മുടെ ദൈവിക സങ്കല്പങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ അഭിരുചികൾക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അകം മാറ്റി മറിക്കപ്പെട്ടു. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് തന്നെ, നമുക്കിപ്പോൾ സങ്കടം പോയി പ്രാർത്ഥിക്കുമ്പോൾ സിനിമയിൽ കാണുന്നത് പോലെ, ചിത്രകഥകളിൽ കാണുന്നത് പോലെ പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരമാണ് മകനെ അല്ലെങ്കിൽ മകളെ വേണ്ടത് എന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. ചോദിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും നശിപ്പിക്കാനുള്ളൊരു വരം ചോദിക്കായിരുന്നു. പെട്ടെന്ന് അറിയാതെ അതേ വരുള്ളൂ. അത് പറ്റുന്നില്ല എന്നതുകൊണ്ടാണ് വേറെ മാർഗങ്ങൾ തേടി ആളുകൾ പോകുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസം, പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എൻ്റെ മനസ്സിലെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലിരുന്ന് അദൃശ്യനായ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും നീ അരുതാത്തത് ചെയ്യരുത് എന്നെനിക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും നല്ലത് ചെയ്യുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ്. അതെൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന് എന്നെ തോന്നിപ്പിച്ചതും എന്നെ മനസ്സിലാക്കി തന്നതും. വിശ്വാസം അതാണ്. അപ്പോൾ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് ആസ്പദമായ എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്, വിശാലമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്ന് ശാസ്ത്രവും ഒരു വഴിയിൽ പുരോഗമിക്കുന്നുണ്ട്. തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതെല്ലാം തെറ്റാണ് എന്ന് തന്നെ തെളിയിക്കപ്പെടുകയാണ്. പണ്ട് പറഞ്ഞു നമ്മൾ ആര്യന്മാരാണ്, നമ്മൾ വെളുത്തവരാണ്, നിങ്ങൾ കറുത്തവരാ. ഒരു കാര്യമില്ല. ഇപ്പോൾ തെളിയിക്കപ്പെട്ടു എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസാണ്. ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്നവരാണ് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും. ഇപ്പോൾ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി നോർത്ത് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഒരു വിഭാഗം അവർ വന്ന വഴികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 10,000-കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇറാനിലെ വഴി ഒരു വിഭാഗം നോർത്ത് ഇന്ത്യയിലെത്തി. രണ്ടു കൂട്ടരും ഒരുപാട് കാലം അവിടെ താമസിച്ചു. പിന്നെ അതിലൊരു വിഭാഗം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു. ആരാണ്? നമ്മുടെ പൂർവികർ. ഇന്ന് ശാസ്ത്രം തെളിയിച്ച സത്യമാണ്. അപ്പോൾ ഇടയ്ക്ക് സനാതനധർമ്മത്തെയും ഋഷി പാരമ്പര്യത്തെയും എല്ലാം വളച്ചൊടിക്കപ്പെട്ട തെറ്റായ കാര്യങ്ങൾ എല്ലാ കാലത്തും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലത്തും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരുടെയും സ്വന്തമല്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെയാണ്, പ്രകൃതിയുടെയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എല്ലാത്തിലും, നമ്മൾ പറയില്ലേ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലുമുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും സത്യവും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഓരോ കാലങ്ങളിൽ തോന്നിയതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയും ആ വ്യാഖ്യാനങ്ങൾക്ക് പുറകെ പോവുകയും ചെയ്യുന്നതല്ല ശരി. അത് നമ്മളെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന എല്ലാ ജനപദങ്ങളെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിൻ്റേത്. എല്ലാ പാരമ്പര്യങ്ങളെയും, എല്ലാ വ്യത്യസ്തതകളെയും, എല്ലാ ജനപദങ്ങളെയും, അതിന് ഈ രാജ്യത്തിന് പ്രേരകമായത് ഈ ഋഷി പാരമ്പര്യവും ഈ സനാതനധർമ്മവും രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യങ്ങളുമാണ്. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. അതാകണം ഹിന്ദുമതത്തിൻ്റെ സന്ദേശം. അതാണ് സ്വാമി വിവേകാനന്ദൻ നടത്തിയ സുപ്രധാനമായ പ്രസംഗത്തിൽ ഈ ലോകത്തോട് മുഴുവൻ പറഞ്ഞത്. ഈ ഹിന്ദുമത പരിഷത്തിന് ആ മഹിതമായ സന്ദേശം ലോകത്തിലെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഇന്ന് നമ്മുടെ